ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഭാരതത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് യുടെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിക്കാനെത്തിയ സർവകക്ഷി സംഘത്തിനാണ് മന്ത്രിമാരടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തെ ആദ്യം തന്നെ ശക്തമായി എതിർക്കുകയും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച രാജ്യങ്ങളിലൊന്നാണ് UAE. ഏപ്രിൽ 22-നായിരുന്നു നിരപരാധികളായ 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം. ആയുധങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും പിന്തുണയിൽ നമ്മുടെ സൈനികരുടെ ധീരതയിൽ കണ്ണിൽ ചോരയില്ലാത്ത ഭീകരന്മാരോട് അതിന് പകരം വീട്ടി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം മിന്നൽ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാട് വിദേശ രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. UAEയിലെത്തിയ കേന്ദ്ര പ്രതിനിധി സംഘത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ശ്രീകാന്ത് ഏകനാഥേഷിന്റെ MP നയിച്ച സംഘത്തെ ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം അഹമ്മദ് മിർ ഗൗരി അബുദാബി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. UAE സഹിഷ്ണുത സഹവർത്തിത്വ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായിട്ടായിരുന്നു സംഘത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തിൽ അദ്ദേഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് ഭീകരവാദത്തെ നേരിടുമെന്നും UAE എപ്പോഴും ഭാരതത്തിനൊപ്പം നിൽക്കുമെന്നും ഷെയ്ഖ് നഹ്യാൻ വ്യക്തമാക്കി. തുടർന്ന് പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുയിമിയുമായി ചർച്ചകൾ നടത്തി. ഭാരതവുമായുള്ളത് നയതന്ത്ര ബന്ധത്തിന് അപ്പുറമുള്ള ബന്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ നേരത്തെ തന്നെ ഭാരതവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരതത്തിന് ദേശീയ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്തതെന്നും അലി റാഷിദ് നുയിമി കൂട്ടിച്ചേർത്തു. Our commitment to fight terrorism, and we are in agreement that terrorism is not a threat to a single nation or a single region, but it's a global threat. This is where we believe that we as international community should come together, and especially member of parliament who represent the people, who care about the safety of the people, that we have to work on putting plans, strategy, and engage in creating a better future for all humanity. നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബിയുമായും അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമി ഡയറക്ടർ ജനറൽ നിക്കോളോവുമായും പ്രമുഖരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് UAE പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് ശ്രീകാന്ത് ഏകനാഥേഷിന്റെ MP പറഞ്ഞു. കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കിയ ശേഷം ദുബായിൽ മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഭീകരതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് UAE പ്രമുഖരുടെ മുന്നിൽ 2 ദിവസത്തെ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് UAE നേതാക്കളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്നും പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരായ തെളിവുകൾ പ്രതിനിധി സംഘം കൂടിക്കാഴ്ചകളിൽ വിശദീകരിച്ചെന്നും ഷിൻഡെ പറഞ്ഞു. Everyone supports is standing with India against this terrorism. And this is the message we want to give to the entire nation. I think how UAE or the other nations, our delegations are in Japan also. From Japan also we are hearing the same story. Japan has also appreciated our message, that is zero tolerance against terrorism. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും അതിന്റെ തുടർച്ചയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ യാത്രയെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ലോക അടിസ്ഥാനത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ UAE സന്നദ്ധമാണെന്ന് പ്രമുഖർ വ്യക്തമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് ഉയർന്നു വരേണ്ട കാര്യം, അതിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യം നിങ്ങളാരും ചോദിച്ചു. UAEയും ഇന്ത്യയും അതിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട്, ഒരേ സ്വരം വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. കാരണം എല്ലായിടത്തും ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് അവർ കുറച്ച് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നേക്കും. അതിനു മുമ്പ് സമാന ചിന്താധികാരായിട്ട് ഈ 2 രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ്.
ശ്രീകാന്ത് ഏകനാഥേഷിന്റെ നയിച്ച സംഘത്തിൽ എംപിമാരായ ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് തുടങ്ങിയവർ അംഗങ്ങളാണ്. UAE സന്ദർശനത്തിന് ശേഷം സംഘം ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു.